ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയൊരു കോഴ്സാണ്. ആക്ച്വലി പുതിയൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു PSC പരീക്ഷ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ പേരാണ് കൺട്രോൾ സിസ്റ്റംസ്. അപ്പോൾ കൺട്രോൾ സിസ്റ്റംസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഏതൊരു PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺട്രോൾ സിസ്റ്റംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും ആ 100 ചോദ്യങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 5 മിനിമം ആണ്, അത് 10 വരെയും പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റംസിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സുകളെ കുറിച്ച് ഞാനൊരു ഐഡിയ തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ നമ്മളൊരു 5 മാർക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നു. മാക്സിമം 10, മാക്സിമം അല്ല 10 മേലെ പോകും. 5 മിനിമം 5, 5+ എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 10 വരെ കാണാറുണ്ട് ചില സ്ഥലത്ത്, ചിലപ്പോൾ 10 മുകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൽ മേജറായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ 8 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് കൺട്രോൾ സിസ്റ്റമാണ്. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നമ്മൾ അറിയണം. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സിമിലർലി അവിടുത്തെ പല സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റം, അതിൻ്റെ കൺവേർഷൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആ ഒരു ടൈപ്പ് വരുന്നതാണ് നമ്മൾ ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതായിട്ട് നമ്മൾ കയ്യിലുള്ളത് സിഗ്നൽ ഫ്ലോ ഗ്രാഫും അതുപോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഓക്കെ, സിഗ്നൽ ഫ്ലോ ഗ്രാഫും ബ്ലോക്ക് ഡയഗ്രമാണ്. ഇതും അത്യാവശ്യം ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റില്ല. വലിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചോദിക്കാറുള്ളൂ. ചെറിയ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ അകത്ത് ചോദ്യങ്ങൾ കുറച്ച് കുറവാണ്. പക്ഷേ നമുക്ക് ജസ്റ്റ് 1-2 പ്രോബ്ലംസ് വലുതായാലും കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ചെറുത് വന്നാലും ചെയ്യാൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകും. ഓക്കെ, മേജറായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ 3ാമത്തെ ടോപ്പിക്കാണ്. ഇതിൻ്റെ അകത്താണ് കൂടുതൽ ക്വസ്റ്റ്യനുകൾ വരുന്നത്. അതായത് ടൈം റെസ്പോൺസ് അനാലിസിസ്. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈം റെസ്പോൺസ് അനാലിസിസ്. ഇതിൽ ഒരുപാട് ടേംസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ്. സിമിലർലി സ്റ്റെബിലിറ്റി. ഈ 2 ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതിൻ്റെ പ്രോബ്ലം ചെയ്യലും നമ്മൾ ഇതിന് എന്തായാലും നടത്തണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി 5ാമത്തെ ഒരു ടോപ്പിക് റൂട്ട് ലോക്കസ് ഡയഗ്രാം. ഓക്കെ, റൂട്ട് ലോക്കസ് ഡയഗ്രാം, അതുപോലെ തന്നെ RH ക്രൈറ്റീരിയ. ഈ RH ക്രൈറ്റീരിയൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റിയിൽ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതും അനലൈസ് ചെയ്യാം. ഇതിൻ്റെ അകത്തും ചെറിയ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ്, ഇതും വരുന്ന ഒരു ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അടുത്തത് പിന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ കോമ്പൻസേറ്ററുകളും കൺട്രോളറുകളും. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കോമ്പൻസേറ്റേഴ്സ് ആൻഡ് കൺട്രോളേഴ്സ്. ഓക്കെ, ചോദ്യം അനവധി കാണുന്ന ഒരു ഏരിയ തന്നെയാണിത്. PD PID എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺട്രോളർ ഉണ്ട്, അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെയുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ഒരുപാട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ ആണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമുക്ക് കാര്യമായിട്ട് 8 തരംതിരിച്ചിട്ട് നമ്മൾക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ ഓരോ വിഭാഗം അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ?
അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ടോപ്പിക്സിൻ്റെ പേര് എഴുതി വെക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, ഒരു ചാപ്റ്ററായിട്ട് പറയുകയാണെങ്കിൽ 1 2 3 4 അങ്ങനെ 8 വരെ നോക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ്, ഓക്കെ, ബേസിക്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് വെച്ചാൽ മേജർ അതിലൊരു പോർഷൻ വരുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. ഓക്കെ, മാത്തമാറ്റിക് മോഡൽസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്, മാത്തമാറ്റിക് മോഡൽസ്. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് മോഡലിംഗ് പറയുന്നതിന് മുന്നേ നമ്മൾക്ക് എന്താണ് ഒരു സിസ്റ്റം എന്നുള്ള കാര്യം നമ്മളെ കുറിച്ച് അറിയണം. എന്താണ് ഒരു സിസ്റ്റം? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് സിസ്റ്റം? അതായത് ഒരു സിസ്റ്റം ആക്ച്വലി മീനിങ് ഈസ് ദാറ്റ് നമ്മുടെ അടുത്ത് കുറേ എലമെൻറ്റുകളുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് കുറേ എലമെൻറ്റുകൾ ഇൻ ദ സെൻസ് നമുക്ക് കുറേ കമ്പോണൻസോ അല്ലെങ്കിൽ നമുക്ക് കുറേ എലമെൻറ്റ്സോ നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മളൊരു ഇപ്പോൾ ഇതൊരു എലമെൻറ്റ് ഇങ്ങനെ ഒരു എലമെൻ്റ് ആണെങ്കിൽ ഇതൊക്കെ ഒരു സീക്വൻസിലി ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതെന്തിനാണ് സീക്വൻസിലി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ദീസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ കമ്പോണൻസ് നമ്മളൊരു സീക്വൻഷ്യലി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. എന്തിന്? ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ കമ്പോണൻസിനെ സീക്വൻഷ്യലി കണക്ട് ചെയ്യുന്നു. അങ്ങനെ സീക്വൻഷ്യലി കണക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി കണക്ട് ചെയ്യുന്ന ഈ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് അൾട്ടിമേറ്റ്ലി എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ശരിയല്ലേ? ഈ മൊത്തം എലമെൻറ്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സിസ്റ്റം. ഓക്കെ, അങ്ങനെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ മൊത്തം കണക്ട് ചെയ്ത് ഈ ഒരു ബ്ലോക്കിനെ നമ്മളിവിടെ സിസ്റ്റം എന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. ഈ മൊത്തം ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്, അതിനെ നമ്മൾ സിസ്റ്റം എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പ്രോസസ്സൊന്നും നടക്കില്ല അല്ലേ? അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്ത് വേണ്ടി വരും? നമ്മൾക്ക് ഇതിനെ സിസ്റ്റത്തിനെ ഒന്ന് ഒരു വേരി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക, എന്തെങ്കിലും ഒരു ചേഞ്ചിങ് സംഭവിക്കണം, എന്നാലും മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിന് ആക്ച്വലി 2 ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. ഏതൊക്കെ? നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റിയും ഉണ്ടാവും, സിമിലർലി ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇൻ എ സിസ്റ്റം വെൻ ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി, ഇവിടെയുള്ള ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഈസ് കൺട്രോൾഡ് ബൈ വേരിയിങ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അല്ലെ? നമ്മൾ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ? നമ്മൾ ഈ ഇൻപുട്ടിനെ വേരി ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇൻ എ സിസ്റ്റം വെൻ ദ ഔട്ട്പുട്ട് ഈസ് കൺട്രോൾഡ് ബൈ വേരിയിങ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി. അങ്ങനെ ഇൻപുട്ട് ക്വാണ്ടിറ്റി വേരി ചെയ്തുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് സിസ്റ്റത്തിൽ ഫോം ചെയ്ത് അങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ നമ്മളെന്ന് വിളിക്കുക കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മൾ ആ സിസ്റ്റത്തിൽ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവും? നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 2 ടൈപ്പ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ ശരിക്ക് ഇപ്പം ഇതിൽ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു സാധനം ഇവിടെ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് അതേ സാധനം ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടും അല്ലേ? നമ്മൾ ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് ഒന്നും ഇല്ല, നേരെ ഔട്ട്പുട്ട് കിട്ടും. ഇനി അതല്ല, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ നമ്മൾ ഈ സിസ്റ്റത്തിൽ നടത്തി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ 2 ടൈപ്പ് സിസ്റ്റം ഉണ്ടായി ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൺട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇൻപുട്ട് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് അത് സിസ്റ്റത്തിൽ കൊടുത്ത് എന്നിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ ജനറലി നമ്മൾ ഈ ഇൻപുട്ടിനെ വേറെ പേരിട്ട് വിളിക്കുക. അത് നമ്മളൊന്ന് നോക്കണം. അതായത് നമ്മൾ ഈ ഇൻപുട്ട് ക്വാണ്ടിറ്റി നമ്മൾ പറയാറില്ല, ഒരു കമാൻഡിങ് സിഗ്നൽ എന്നൊക്കെ പറയാറില്ലേ? നമ്മളൊരു കമാൻഡിങ് സിഗ്നൽ കൊടുത്തു, അത് സിസ്റ്റം കേട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? ഔട്ട്പുട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ കമാൻഡിങ് സിഗ്നൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ ഒരു കമാൻഡിങ് സിഗ്നൽ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് വിളിക്കാം. സിമിലർലി നമ്മുടെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയെ നമ്മൾ ഈ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിനെ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കൺട്രോൾ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട്, അപ്പോൾ അത് നമുക്ക് എന്ത് വിളിക്കാം? കൺട്രോൾഡ് വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, കൺട്രോൾഡ് വേരിയബിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്നും പറയാം. നമ്മളൊരു എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു റെസ്പോൺസ് കിട്ടുന്നു
നമ്മളൊരു സിഗ്നൽ കൊടുക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ മൊത്തം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അതായത് ശരിക്കും ഈ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ സാധാരണ കൈറ്റ് നമ്മളെ പട്ടം. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മളത് പേപ്പറും സ്റ്റിക്ക് കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കാം, ഒരു സിസ്റ്റത്തെ വിളിക്കാം. അതുപോലെ നമ്മളെ ക്ലാസ് റൂം, ഇതൊക്കെ ഒരു ഫിസിക്കൽ സിസ്റ്റമാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു മൊത്തമുള്ള സിസ്റ്റത്തിനെ നമ്മൾ എന്തെങ്കിലും ഒരു മീൻസ് ഓഫ് റെഗുലേറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കുന്നു. എന്തിനാ ഈ കമാൻഡ് കൊടുക്കുന്നത്? ശരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ പോയാൽ പോരെ, നമ്മൾ എന്തിനാ കമാൻഡ് കൊടുക്കുന്നത്? ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്തിനാണ് കമാൻഡ് ചെയ്യുന്നത്? ഒന്നുകിൽ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക. ഒരു സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമാൻഡ് ചെയ്യുക. സിസ്റ്റത്തിന് എന്തിനാണ് കമാൻഡ് ചെയ്യുന്നത്? നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസയേർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. നമ്മൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഉദ്ദേശം, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു റിസൾട്ട് ഉണ്ടാവാനാണ്. അപ്പം അങ്ങനെ അതിനനുസരിച്ച് നമ്മളെ പഠന രീതിയെയും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതുപോലെ ഒരു ഡിസൈഡ് ഒബ്ജക്റ്റീവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പം നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ആ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻപുട്ടും ഉണ്ടാവും, ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിസൈഡ് ഔട്ട്പുട്ടാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ശരിക്കും ആക്ച്വൽ ഡെഫിനേഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ പറയുവാണെങ്കിൽ നമ്മൾ പല ഡിഫറെൻറ്റ്, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. അതായത് കൺട്രോൾസിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പല ഫിസിക്കൽ കമ്പോണൻസ്. ഓക്കെ, ജസ്റ്റ് എഴുതി വയ്ക്കുക, കീവേഡ്സ് മാത്രം എഴുതാം. ഓക്കെ, പല ഫിസിക്കൽ കമ്പോണൻസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? നമ്മൾക്കൊരു ഡിസയേർഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ ഡിസയേർഡ് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലഭിക്കണം അല്ലേ? അപ്പോൾ ഡിസൈഡ് ഔട്ട്പുട്ട് ലഭിക്കാൻ ആദ്യം നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എ ഗിവൺ ഇൻപുട്ട് വി മസ്റ്റ് ഒബ്റ്റെയിൻ സം ഡിസൈഡ് ഔട്ട്പുട്ട്. അതെങ്ങനെ കിട്ടും? ബൈ മീൻസ് ഓഫ് റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിങ്. ഓക്കെ, ഒന്നെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, രണ്ടുപേരെ മീനിങ് തന്നെ. റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിങ് നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എങ്ങനെയെങ്കിലും അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡ്യൂട്ടി. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കങ്ങനെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കൺട്രോൾ സിസ്റ്റം ഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഈ വേരിയേഷന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളടുത്ത് ഡിഫൈൻ ചെയ്യുന്ന 2 സിസ്റ്റംസ് ഉണ്ട്. ആ ഒന്നാമത്തെ സിസ്റ്റമാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. രണ്ടാമത്തതാണ് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഓക്കെ, അതിൽ ആദ്യം ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആക്ച്വലി ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം അല്ലേ? ഈ അപ്പം പറഞ്ഞു അൾട്ടിമേറ്റ് പരിപാടി നമ്മൾ ഔട്ട്പുട്ടിലെ വേരിയേഷൻസിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 2 തരത്തിലും നമുക്ക് സാധിക്കും. അതായത് ഒരു ഫിസിക്കൽ സിസ്റ്റത്തിലെ ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. ഇത് 2 തരത്തിൽ സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അതിനെ കറക്റ്റ് ചെയ്യാം, അതായത് തനിയെ അത് കറക്റ്റ് ചെയ്ത് പൊക്കോളും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കറക്റ്റിംഗ് മെഷറിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പം ഇഫ് നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇഫ് എനി ഫിസിക്കൽ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റിംഗ്, ഓക്കെ, അതായത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാത്ത, അതായത് നമ്മൾ ഔട്ട്പുട്ടിലെ വേരിയേഷൻസ്
ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫിസിക്കൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അതായത് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം, നമ്മുടെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഈസ് ഹാവിങ് നോ എഫക്റ്റ് അപ്പോൾ ഇൻപുട്ട് ക്വാണ്ടിറ്റികളിൽ നോ എഫക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഡയറക്റ്റ് എന്തിനാ ഔട്ട്പുട്ട് കിട്ടുന്നു. അത് കൺട്രോളിങ് പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കറക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, നമുക്ക് കറക്ഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കറക്ഷൻ പോസിബിൾ ആവുന്ന നമ്മുടെ ഓട്ടോമാറ്റിക്കലി അല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ പോസിബിൾ ആയ നമ്മളുടെ ഔട്ട്പുട്ടിനെയും നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അത് വേരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസിനെ നമ്മൾ എന്ത് വിളിക്കുക? ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഈ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? നമ്മളുടെ ഒരു ഇൻപുട്ട് ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ അവിടെ ചേഞ്ചുകളൊന്നുമില്ല. എന്താണോ കൊടുക്കുന്നത് അതിനപ്പുറത്ത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസുകൾ ഹാപ്പൻ ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, സം എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസുകൾ ഹാപ്പൻ ചെയ്യുന്നു. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യില്ലേ? ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മളെ കുറച്ച് ഡിസ്റ്റർബൻസുകൾ കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മൾ ആ ഔട്ട്പുട്ട് നമ്മൾ കറക്റ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പം ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന ഈ ഡിസ്റ്റർബൻസുകൾ കാരണം ചേഞ്ച് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയാം. നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ആ കറക്ഷൻ പോസിബിൾ ആണോ ഇൻ ഓപ്പൺ ലൂപ്പ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ഈ ചേഞ്ചസ് പോസിബിൾ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ മാനുവലിയുമാണ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റില്ല. അത് ആ സിസ്റ്റത്തിൽ അതിനുള്ള പ്രൊവിഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ആ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനുവലിയാണ്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒരു മെക്കാനിസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ഇവിടെ ആരുണ്ട്? ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്, ഇവിടെ ആരുണ്ട്? ഇൻപുട്ട് ഉണ്ട്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, വേറാസ് നമ്മുടെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അവർ ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ കറക്റ്റ് ചെയ്യാനുള്ള മെഷറിങ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് കറക്ഷൻ നടക്കുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസ് ലൂപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതായത് ഈ സിസ്റ്റത്തിൽ നമ്മുടെ ഔട്ട്പുട്ട് നമ്മളൊരു ഡിസൈഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡിക്ക് അല്ലെങ്കിൽ മെത്തഡോളജികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫീഡ്ബാക്ക്. ക്ലിയർ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫീഡ്ബാക്ക്. അത് ആക്ച്വലി എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കാം, അതിൽ ക്ലിയർ ആവും. അപ്പോൾ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം അല്ലേ? അല്ലെങ്കിൽ സാധാരണ സിസ്റ്റമായി പോലും. അപ്പോൾ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഉണ്ട്, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് കൺട്രോളർ ബ്ലോക്ക്. കാരണം നമുക്ക് ഈ വരുന്ന ഫീഡ്ബാക്കിനെയും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ഇത് നമ്മുടെ ഫീഡ്ബാക്ക്. ഓക്കെ, ഇതാണ് നമ്മളൊരു പുതിയ ബ്ലോക്ക് അല്ലെങ്കിൽ പുതിയൊരു സാധനം നമ്മൾ പറഞ്ഞില്ലേ വരുന്നു. അതാണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പുതിയൊരു ബ്ലോക്കും കൂടി കിട്ടിയിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു എറർ ഓക്കർ ചെയ്യുന്നു, അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു എറർ ഡിറ്റക്ടർ ബ്ലോക്കും കൂടി വരും. ഓക്കെ,
അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് ആര്? ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ പരിപാടി എന്താ? ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കറക്റ്റിംഗ്. എന്ത് കറക്റ്റിംഗ്? ദ ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നു. ഈ വരുന്ന ചേഞ്ചസിൻ്റെ കാരണക്കാരൻ ആരാണ്? അത് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് കാരണം ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നു. അങ്ങനെ ആ ചേഞ്ചസിനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മളുടെ ഫീഡ്ബാക്കിനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ആ ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് നമ്മൾ ഫീഡ്ബാക്ക് വഴി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക, ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്തായിരുന്നില്ല? ഓട്ടോമാറ്റിക്കലി ആയിരുന്നില്ല, ഇവിടെ ഓപ്പൺ ലൂപ്പിൽ. ഇത് നമ്മൾ മാനുവലി മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ശരിയാക്കാം. അതിനെ വിളിക്കുന്നവരാണിത് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഈ ക്ലോസ് ലൂപ്പ് ദത്തത്തിൽ ഇതിൽ കീഴായിട്ട് നിങ്ങൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഈ റഫറൻസ് ഇൻപുട്ട് അല്ലെങ്കിൽ റഫറൻസ് സിഗ്നൽ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് റഫറൻസ് സിഗ്നലിനോ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നലിനോ വിളിക്കാം, അല്ലേ? അപ്പോൾ ഈ റഫറൻസ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലോക്കിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊടുക്കുന്നു. അതാണ് എറർ ഡിറ്റക്ടർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു എന്ന് വിചാരിക്കും. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ ഫീഡ്ബാക്കിലേക്ക് വരും, അല്ലേ? ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണലാണ്? നിങ്ങൾ നോക്കൂ, ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തിനും പ്രപ്പോർഷണലാണ്? ഇവിടെ ഉണ്ടാകുന്ന സിഗ്നൽ, അതായത് ഔട്ട്പുട്ട് സിഗ്നലിന് പ്രപ്പോർഷണലാണ്, ശരിയല്ല? ഈ ഔട്ട്പുട്ട് സിഗ്നലിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഫീഡ്ബാക്കിലെ വന്നിട്ട് ഏത് ബ്ലോക്കിലേക്ക് വരും? ഈ എറർ ഡിറ്റക്ടറിലെ ബ്ലോക്കിലേക്ക് വരും. അപ്പോൾ ഈ എറർ ഡിറ്റക്ടർ ബ്ലോക്കിലേക്ക് വരുന്ന സിഗ്നൽ ഏതാണ്? നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് വിളിക്കും. നമ്മളതിനെ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈ ഫീഡ്ബാക്ക് വഴി വന്ന് ഫീഡ്ബാക്ക് സിഗ്നലായിട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് ഓൾറെഡി നമ്മളുടെ ഇൻപുട്ട് സിഗ്നലുണ്ട്. അപ്പോൾ ഈ എറർ ഡിറ്റക്ടർ ബ്ലോക്കിലേക്ക് 2 സിഗ്നലുകൾ വന്നു. ഏതൊക്കെ? റഫറൻസ് ഇൻപുട്ടും വന്നു, ഫീഡ്ബാക്ക് സിഗ്നലും വന്നു. അപ്പോൾ ഈ എറർ ഡിറ്റക്ടർ ബ്ലോക്ക് എന്താണ് ചെയ്യുക? ഈ എറർ ഡിറ്റക്ടർ ബ്ലോക്ക് വിൽ ഓൾസോ ജനറേറ്റ് എ സിഗ്നൽ. ഓക്കെ, ആ സിഗ്നലിന് എങ്ങനെയാണ് ഉണ്ടാവുക? ആ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് വരുന്ന റഫറൻസ് ഇൻപുട്ടും ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെയും ഒരു ഡിഫറൻസ് അല്ലേ? കാരണം റഫറൻസിന് ഈ ബ്ലോക്കിനെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ പ്ലസ് എന്ന് ഇവിടെ മൈനസ് എന്ന് ഇട്ടിരിക്കുന്നത്. അതായത് ഇവിടെ റഫറൻസ് ഇൻപുട്ടും ഈ എറർ സിഗ്നലും എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് ആണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ റഫറൻസ് ഇൻപുട്ട് മൈനസ് നമ്മളുടെ ഫീഡ്ബാക്ക് സിഗ്നൽ, അല്ലേ? അല്ലെങ്കിൽ അതിന് ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ റഫറൻസ് ഇൻപുട്ടും ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെയും ആ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളാരാണ്? അത് നമ്മുടെ എറർ ഡിറ്റക്ടർ ബ്ലോക്കാണ്. ആ എറർ ഡിറ്റക്ടർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന റഫറൻസ് സിഗ്നലിൻ്റെയും ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെയും ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്ന ആ സിഗ്നലിൻ്റെ പേരാണ് എറർ സിഗ്നൽ. ക്ലിയർ? അങ്ങനെ ഒരു എറർ സിഗ്നൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. അത് ഏതെങ്കിലും ഡിസ്റ്റർബൻസ് ആപ്പ് എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് കൊടുക്കുന്നു, ഇവിടുന്ന് റഫറൻസ് കൊടുക്കുന്നു, എറർ ഡിറ്റക്ടറിൽ ഒരു എറർ സിഗ്നൽ വരുന്നു. ആ എറർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിരിക്കും. ഈ എറർ സിഗ്നൽ ആരിലേക്ക് കൊടുക്കുന്നു? നമ്മളിവിടെ ഒരു പുതിയ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതാണ് എന്ത് ബ്ലോക്ക്? കൺട്രോളർ ബ്ലോക്ക്. അപ്പോൾ ഈ എറർ സിഗ്നൽ നമ്മൾ ഈ കൺട്രോളർ ബ്ലോക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഈ കൺട്രോളറിൻ്റെ പർപ്പസ് എന്താണ്? ദിസ് കൺട്രോളർ ബ്ലോക്ക് മോഡിഫൈസ്, അതുപോലെ തന്നെ ആംപ്ലിഫൈസ്. മോഡിഫൈയും ചെയ്യും, അറ്റ് ദ സെയിം ടൈം ആംപ്ലിഫൈയും ചെയ്യും. ഏതിന്? നമ്മളുടെ ഈ എറർ സിഗ്നലിനെ മോഡിഫൈ ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് ഇറ്റ് വിൽ ബി മോഡിഫൈങ് ആൻഡ് ആംപ്ലിഫയർ ദിസ് എറർ സിഗ്നൽ ടു പ്രൊഡ്യൂസ് എ ഗുഡ് കൺട്രോളിങ് ആക്ഷൻ. ഓക്കെ, ഒരു നല്ല കൺട്രോളിങ് ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ എറർ സിഗ്നലിനെ ഈ കൺട്രോളിങ് ബ്ലോക്കിലേക്ക് കൊടുത്താൽ അത് മോഡിഫൈയിങ് സിഗ്നലായിട്ട് വരും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സിഗ്നൽ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് വിൽ ബി കോളിങ് ആസ് എ മോഡിഫൈഡ് എറർ സിഗ്നൽ.
കാരണം എറർ സിഗ്നലിനെ മോഡിഫൈ ചെയ്തായിരുന്നു. ഈ മോഡിഫൈഡ് ചെയ്ത എറർ സിഗ്നലിനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നു? നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ കിട്ടിയ നല്ല സിഗ്നൽ, ഇപ്പം ആ എററൊക്കെ കളഞ്ഞ് ആ കിട്ടുന്ന സിഗ്നൽ നമ്മൾ നേരെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അത് എവിടത്തേക്ക് പോകുന്നു? ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇതെല്ലാം ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നടക്കുകയാണിത്. ഇവിടെ വേറെ എക്സ്റ്റേണൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നുണ്ട്. ഓക്കെ, വേറെ നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്താൽ നമ്മളത് മാനുവലി പോയിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിനുള്ളിൽ തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ സിസ്റ്റങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഓപ്പൺ ലൂപ്പിന് ക്ലോസ് ലൂപ്പിന് പ്രത്യേകത. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ട്രാഫിക് സിസ്റ്റം ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, നമ്മളെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, നമ്മൾ ട്രാഫിക് സിസ്റ്റം കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ട്രാഫിക് സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ രണ്ട് തരത്തിലാണ് വരിക. നിങ്ങൾ ട്രാഫിക് ലൈനിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ വാഹനങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇവിടെ ഈ 3 സിഗ്നൽ ഉണ്ടാവുമല്ലോ, റെഡ്, ഗ്രീൻ, ഇത് സിഗ്നൽസ് ഉണ്ടാവുമല്ലോ, യെല്ലോ സിഗ്നൽസ്. അപ്പം നമ്മൾ ഇവിടെ ആദ്യം 3 വണ്ടിയേ ഉള്ളൂ, ഇവിടെ സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ടൈമർ 1 മിനിറ്റ്. അപ്പോൾ ഇവിടെ 3 വണ്ടി ഉണ്ടെങ്കിൽ 1 മിനിറ്റ്. അപ്പം ആകെ 3 വണ്ടിയേ ഉള്ളൂ കേട്ടോ, 3 വണ്ടിയേ ഉള്ളൂ, 1 മിനിറ്റ്. ഈ 3 വണ്ടി പോകാൻ വേണ്ടി 1 മിനിറ്റ് കഴിയണം, അല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഈ വണ്ടികളൊക്കെ പോയി, ഇങ്ങനെ പോയി. ഓക്കെ, ഇനി ഇവിടെ ഒരു 1, 2, 3, ഇവിടെ ഒരു 50 വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 50 വണ്ടി ഉണ്ടായാലും ഈ 1 മിനിറ്റ് കഴിഞ്ഞാൽ സിഗ്നൽ കഴിഞ്ഞാൽ തുറന്നു വിടും. ഈ 50 വണ്ടി ഇതിലെ പാസ് ചെയ്യണം. അപ്പോൾ 3 വണ്ടി ഉണ്ടായാലും 1 മിനിറ്റ്, 50 വണ്ടി ഉണ്ടായാലും 1 മിനിറ്റ്. അതായത് ഇവിടെ എത്ര വെഹിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് ആര് കൺസിഡർ ചെയ്യുന്നില്ല? ഈ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഒക്കെ ചെയ്യുന്നത് നമ്മളെ അതോറിറ്റികളാണ്. ഓക്കെ, അവിടെ അതിനുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷറൊന്നുമില്ല. ഒരു ടൈമിങ് അങ്ങ് കൊടുക്കുന്നു. 3 വണ്ടി ആയാലും ശരി, 50 വണ്ടി ആയാലും ശരി, 1 മിനിറ്റ് തന്നെ തുറന്നു കൊടുക്കും, പോവാം. ഓക്കെ, അതിന് ഒരു മെഷറൊന്നുമില്ല, കറക്റ്റ് മെത്തഡോളജിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ട്രാഫിക് സിഗ്നൽ റെഡ് കത്തിക്കാൻ അവിടെ നിന്നൂടാ, ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ അത് പൊക്കോളൂ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഈ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല എവിടെ? ഈ പറഞ്ഞ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ ഇത് ഏത് സിസ്റ്റം ആയിരിക്കും? ഇത് നമ്മൾ സാധാരണ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. അതായത് 1 മിനിറ്റിൻ്റെ ചുവപ്പ് കത്തുന്നു, 1 മിനിറ്റ് ഗ്രീനിലേക്ക് പോകുന്നു. അതെങ്ങനത്തെ ടൈപ്പ് സിസ്റ്റമാണ്? അതിനാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ളൊരു കഴിവൊന്നുമില്ല. വേറാസ് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ ടൈം സ്ലോട്ട് വെച്ച് നമ്മളുടെ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ളൊരു കഴിവ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മുടെ ഏത് സിസ്റ്റം? നമ്മളുടെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെയാണ് സിഗ്നൽ ഉള്ളത്, ചുവപ്പ് പച്ച സംഭവം ഉള്ളത്. ഇവിടെ നിങ്ങൾ 3 വണ്ടി ഉണ്ട്, 3 വണ്ടി ഉണ്ട്, കുറച്ച് അധികം വണ്ടി, ഒരു 10 വണ്ടി ഉണ്ടെന്ന് വിചാരിക്കും. 10 വണ്ടിക്ക് പോവാൻ 10 വണ്ടിയുണ്ട് ഒരു സമയം ഉണ്ടായിരുന്നു, 50 വണ്ടിയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 50 വണ്ടിയുള്ള സമയം വന്നു. 50 വണ്ടി പോകാൻ, 50 വണ്ടി അല്ല, ഒരു മിനിമം ഒരു 40 വണ്ടി പോകാനുള്ള ഒരു മിനിമം ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡെൻസിറ്റി കണക്കിലെടുക്കും. ഈ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി എല്ലാ സൈഡിൽ നിന്നും കണക്കിലെടുത്ത് ഒരു ഇൻഫർമേഷൻ അതിൻ്റെ ആ ഡെൻസിറ്റി ഒരു സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യും. ആ സിഗ്നൽസ് ഒരു ഇൻഫർമേഷനായിട്ട് പാസ് ചെയ്യും. ഓക്കെ, അത് ട്രാഫിക് സിസ്റ്റത്തിൻ്റെ അവിടെ ഉണ്ടാവും. അതൊരു കമ്പ്യൂട്ടറിലൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നാണ് കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾക്ക് സിഗ്നലുകളെ അലോട്ട് ചെയ്യും. എത്ര മിനിറ്റ് വേണം? ഇപ്പോൾ 50 മിനിറ്റ് വണ്ടി പോകാൻ 2 മിനിറ്റ് വേണം. അപ്പോൾ 2 മിനിറ്റ് ട്രാഫിക് സിഗ്നൽ കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇത് ഒരു ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ കൊടുത്ത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ട്രാഫിക് വഴി തിരിച്ച് സിഗ്നൽ കൊടുക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക? ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയാം. അതായത് 50 വണ്ടി പോകാൻ 2 മിനിറ്റ് മതി. അപ്പോൾ 10 വണ്ടി പോകാനോ 10 വണ്ടി 30 സെക്കൻഡ് മതിയാവും.
അല്ലേ? അങ്ങനെ വണ്ടികൾക്കനുസരിച്ച്, അതായത് വെഹിക്കിൾസിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഈ ഫ്ലോൻ്റെ ടൈമിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽസിൻ്റെ ടൈമിങ്സ് കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസിനാണ് നമ്മൾ വിളിക്കുക ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കലി കറക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഒരു മൈക്രോ പ്രോസസ്സർ ഒരു ചിപ്പ് വെച്ചിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും. അതെന്ത് ചെയ്യും? ട്രാഫിക് സിസ്റ്റത്തിലേക്ക് പോകും. അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ 30 ആണോ 5 ആണോ 2 മിനിറ്റ് ആണോ എന്താണോ വേണ്ടത് അത് ഡെൻസിറ്റിക്ക് അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുക ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഫ്ലോനനുസരിച്ച് ഡെൻസിറ്റിക്ക് അനുസരിച്ച് മാറ്റാൻ പറ്റുന്ന സിസ്റ്റവും നമ്മുടെ വെറുതെ ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളെ ഓപ്പൺ ലൂപ്പിനെയും ക്ലോസ് ലൂപ്പിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇപ്പം മനസ്സിലായല്ലോ എന്താണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ എന്താണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്നും. ഈ ഒരു ഐഡിയ ആണ് നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ളത്. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് എന്നും എന്താണ് ഈ ഓപ്പൺ ലൂപ്പ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം വേണം. ഇതിന് മാത്രമല്ല പല സാധനങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഈ ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പിൻ്റെ സാധനം ഈ എക്സാമ്പിൾസിൽ മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള പല സാധനങ്ങൾക്കും ഇത് ഉപയോഗപ്രദമായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ മാത്രമാണ് ഈ ഓപ്പൺ ലൂപ്പ് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന് യൂസേജ് വരുന്നത് അല്ലല്ല. ട്രാഫിക്കിൽ മാത്രമൊന്നുമല്ല, വേറെ പല സാധനങ്ങൾക്കും ഇതിൻ്റെ ഉപയോഗം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ലൂപ്പിൻ്റെയും ക്ലോസ് ലൂപ്പിൻ്റെയും അഡ്വാൻറ്റേജുകൾ ഡിസഡ്വാൻറ്റേജുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓപ്പൺ ലൂപ്പിൻ്റെയും ക്ലോസ് ലൂപ്പിൻ്റെയും ഡിസഡ്വാൻറ്റേജുകളും അഡ്വാൻറ്റേജുകളും നോക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ തന്നെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റംസ് എന്താണ് വളരെ കൺസ്ട്രക്ഷൻ ഒന്നും വലിയ പണിയൊന്നുമില്ല, വെറുതെ ഒരു ചെറിയ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷനുമാണ്, അതുപോലെ തന്നെ എക്കണോമിക്കൽ സാധനമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ സിമ്പിളും എക്കണോമിക്കലും ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, ഈസി മെയിൻ്റനൻസ് ആണ്. ഓക്കെ, സിമിലർലി മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഈസി കൺസ്ട്രക്ഷനുമാണ് ഇതിൽ വരുന്നത് അല്ലേ? അപ്പം ഇങ്ങനത്തെ സിസ്റ്റംസ് കൊണ്ട് ട്രബിൾ ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നോ ട്രബിൾ, ഒരു ട്രബിളും ഇല്ല. ഇതിങ്ങനെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു, ഇങ്ങനെ പോകുന്നു, ഒരു ട്രബിളൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റീൻ്റെ പ്രശ്നങ്ങളും വരുന്നില്ല അല്ലേ? ഒരു ട്രബിളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നമുക്ക് സിസ്റ്റംസിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ എന്ന് പറയാം അല്ലേ? ഗുഡ് സ്റ്റെബിലിറ്റി, കാരണം ട്രബിളൊന്നും ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നും അങ്ങനെ ഹാപ്പൻ ചെയ്യുമായിരിക്കും, പക്ഷെ നമുക്കത് മാനുവലി ഇല്ല, അത് പ്രശ്നങ്ങൾ വരുന്നേയില്ല. അപ്പം ഈസിലി യൂസബിൾ ആണ്, കൺവീനിയൻറ്റ് ടു യൂസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് സ്റ്റെബിൾസ് ആണ്, കൂടുതൽ സ്റ്റെബിലിറ്റി തരുന്ന സിസ്റ്റംസ് ആണ് നമ്മളുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് എനി ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് ഈസ് ഹാപ്പൻ ഡ്യൂ ടു യുവർ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ്. നമുക്കതിനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. നമ്മൾ മാനുവലി മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വലിയ ടീഡിയസ് പ്രോസസ്സാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കറക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ സിസ്റ്റംസ് ആർ നോട്ട് ആക്യുറേറ്റ്. ഇത് ആക്യുറേറ്റും അല്ല, അതുപോലെ നോട്ട് റിലയബിൾ, വിശ്വസിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ആ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ ആക്യുറേറ്റും അല്ല.
ഓക്കെ. സിമിലർലി മാനുവലി കറക്ഷൻ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്താ വരിക, നമുക്കിതിൻ്റെ ക്വാളിറ്റിയും ആക്യുറസിയും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കാലിബ്രേഷൻ നല്ലോണം നടത്തേണ്ടി വരും. കാലിബ്രേഷൻ നീഡഡ് അല്ല, അതായത് വെറുതെ അല്ല, ടൈം ടു ടൈം കാലിബ്രേഷൻ ആവശ്യമുണ്ട്. നമ്മൾ ഓരോ സമയത്ത് ഇത് പോയി ചെക്ക് ചെയ്യണം, ക്ലിയർ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഇൻആക്യുറേറ്റ് ആണ്, അതുപോലെ നോട്ട് റിലയബിൾ ആണ്, പക്ഷെ എന്താണ്, സ്റ്റേബിൾ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, ഈ ചോദ്യം കഴിഞ്ഞ ഏക്ക് ചോദിച്ചതാണ്, അതായത് വിച്ച് ഓഫ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആൻഡ് ഇൻആക്യുറേറ്റ്. ഓക്കെ. അപ്പോൾ ടേം നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു, വലിയ ട്രബിൾ ഒന്നുമില്ല. നോ ട്രബിൾ ഉണ്ടാക്കുന്ന സിസ്റ്റം എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ട്രബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. ഓക്കെ. ഇൻസ്റ്റെബിലിറ്റീൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ട്രബിൾ ഇല്ല, അതുകൊണ്ട് സ്റ്റേബിൾ ആണ്. പക്ഷേ എന്തല്ല, ആക്യുറേറ്റ് അല്ല, എറർ ഉണ്ടാവും. കാരണം ഡിസ്റ്റർബൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവൊന്നും ഓട്ടോമാറ്റിക്കലി അതിനില്ല. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എടുക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ് ലൂപ്പ്. ഓക്കെ. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജുകൾ നോക്കുക. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓട്ടോമാറ്റിക് കറക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് കറക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ആക്യുറസി. ഓക്കെ. ആക്യുറസി ഭയങ്കര കൂടുതലാണ് ഈ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഹൈ ആക്യുറേറ്റ് സിസ്റ്റംസ് ആണിത്. ഓക്കെ. അങ്ങനെ ആക്യുറസി ഹൈ ആയതുകൊണ്ട് തന്നെ ഒരു നോൺ ലീനിയർ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കറക്റ്റിംഗ് മെഷേഴ്സ് കൂടുതലാണ് ഇവിടെ. കറക്റ്റിംഗ് മെഷേഴ്സ് ആർ ഗുഡ്. സോ നമുക്ക് പറയാം ഇത് ഹൈലി ആക്യുറേറ്റ് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് അത്ര സെൻസിറ്റീവ് അല്ല. പെട്ടെന്ന് അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരുന്നൊന്നുമില്ല. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള മെഷർ ഉണ്ട്, അപ്പം അത് കുറയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എഴുതിക്കോ, റെഡ്യൂസ് ദി എഫക്റ്റ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്. ഓക്കെ. നോൺ ലീനിയാരിറ്റീൻ്റെ സമയത്തും ഇതെന്താണ്, ആക്യുറേറ്റ് ആണ്. അപ്പോൾ നോൺ ലീനിയാരിറ്റിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നില്ല. ക്ലിയർ? അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്, ഈ സിസ്റ്റത്തിൽ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി സോൺ. ഓക്കെ. ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി സോണിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ സിസ്റ്റംസ് ഈസ് ഹാവിങ് ഹൈ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ. ബാൻഡ് വിഡ്ത്ത് എന്താണ്, ഈ സിസ്റ്റത്തിന് കൂടുതലാണ്. സിമിലർലി ലെസ് നോയ്സ് അഫക്റ്റഡ് ആണ്. നോയ്സ് അഫക്ഷൻ ഒന്നും ഇല്ല. ലെസ് നോയ്സ് അഫക്റ്റഡ് സിസ്റ്റംസ് ആണിത്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകളായിട്ട് പറയാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്, നമ്മളൊരു വെറുതെ ഒരു സാധാരണ സിസ്റ്റം പോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്, അല്ലേ? ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ. കൺട്രോളർ ബ്ലോക്ക് വേണം, എറർ ഡിറ്റക്ടർ ബ്ലോക്ക് വേണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം കോസ്റ്റ്ലിയർ ആണ് ആ സിസ്റ്റം. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ടെൻസ് ടുവേർഡ്സ് സം ഓസിലേഷൻസ്. ഓക്കെ. ഓസിലേഷൻസിലേക്ക് പോവാം ഈ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ. ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്ത പ്രശ്നമൊന്നുമില്ല. ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കുറച്ച് റെസ്പോൺസ്, ഓസിലേറ്ററി റെസ്പോൺസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഫീഡ്ബാക്ക് റെഡ്യൂസസ് ദ ഓവറോൾ ഗെയിൻ. ഓക്കെ. ഫീഡ്ബാക്ക് വിൽ റെഡ്യൂസ് ദ ഓവറോൾ ഗെയിൻ. സിസ്റ്റത്തിന് ഓവറോൾ ഗെയിൻ എന്താവും, കുറയും. ഓക്കെ. പിന്നെ ഇവിടുത്തെ സ്റ്റെബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ് ആക്ച്വലി. ഓക്കെ. സോ എഴുതി വയ്ക്കുക, സ്റ്റെബിലിറ്റി ഈസ് എ മേജർ പ്രോബ്ലം. ഓക്കെ. അപ്പം സ്റ്റെബിലിറ്റി മേജർ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈനിൻ്റെ സമയത്ത് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും ഈ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡിസഡ്വാൻറ്റേജിൻ്റെ കാറ്റഗറിയിലാണ് വരിക.
അപ്പം ഇതിലുള്ള ചോദ്യങ്ങളെന്ന് ചോദിക്കുക, ഒന്ന് സ്റ്റേബിൾ ആൻഡ് ഇനാക്യുറേറ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിക്കും. സ്റ്റേബിൾ ആൻഡ് ഇനാക്യുറേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ആൻസർ ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും, അതുപോലെ അൺസ്റ്റേബിൾ ആക്യുറേറ്റ് സിസ്റ്റം എന്ന് ചോദിക്കും. അൺസ്റ്റേബിൾ ആക്യുറേറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ക്ലോസ് ലൂപ്പ്. ഇത് കഴിഞ്ഞ എയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഏതാണെന്ന് ഓർക്കുന്നില്ല. ഏതായാലും ഇതിലേതോ ഇത് ഒരു ക്വസ്റ്റ്യൻ ഇതാണെന്ന് തോന്നുന്നു, സ്റ്റേബിൾ ഇനാക്യുറേറ്റ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും ഒക്കെ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ മാത്തമാറ്റിക്കലി നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയൊരു ടേമാണ് ആക്ച്വലി നമ്മുടെ ട്രാൻസ്ഫർ ഫങ്ഷൻ. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടേമാണ് നമ്മളെന്ത്? ട്രാൻസ്ഫർ ഫങ്ഷൻ. ക്ലിയർ? അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സിസ്റ്റം ഫംഗ്ഷൻ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ വേരിയേഷൻസും എങ്ങനെയാണ് നമുക്കത് എഴുതാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് തൊട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്യുവർ ഇൻട്രൊഡക്ഷൻ ഓഫ് യുവർ കൺട്രോൾ സിസ്റ്റം ബേസ് ആയിട്ടുള്ള ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് സിസ്റ്റം എന്നും ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അഡ്വാൻറ്റേജുകൾ, കാര്യങ്ങൾ, അതുപോലെ ഏതൊക്കെ ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള പോയിന്റുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്ത്. നമ്മളിനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുക നമ്മൾ എന്താണ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മേജർ പോർഷനിലേക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് പോകും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷനുമായിട്ട് കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.